എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 67-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മന്നവാ ദുഷ്കൃതകർമ്മങ്ങളാണഹോ മണ്ണിലെ ജീവിതം ദുഷ്കരമാകുവാൻ ഹേതുക്കൾ. താമസിയാകും കലികരാളത്വങ്ങൾ ധാരാളമാത്രയിലേറ്റുവന്നിടുമ്പോൾ മണ്ണിലെ പുണ്ണുകൾ നിർണയിച്ചിടുവാൻ വിണ്ണിലെ വാസികൾക്കും കഴിവായി വരാം. എങ്കിലും മാമക ഭക്തർക്ക് അസാധ്യമായി പങ്കമെന്നേ കർമ്മമൻപോടു ചെയ്യുവാൻ. സങ്കടമൊന്നുമേ ഉണ്ടായി വരാനൂനം സന്തതം മാതങ്കമെല്ലാം മറഞ്ഞുപോം. ഭക്തിയിൽ ശ്രേഷ്ഠമായി മറ്റുള്ള ഭാവങ്ങൾ മർത്യരിൽ മത്സക്തിയേറി നിറയുവാൻ. ഭക്തിക്കുമുണ്ടകോ മൂന്നായ രൂപങ്ങൾ, ഉത്തമം മധ്യമം പിന്നെ അധമവും. ഇച്ഛയോടെ കാംക്ഷയേശാതെ സ്വച്ഛമായി നിശ്ചയിച്ചെന്നെ അങ്ങെപ്പോഴും ചിത്തത്തിൽ സ്വച്ഛമായി ഏറ്റി പ്രതിഷ്ഠിച്ച് വാഴുന്ന മർത്യർ തൻ ഭക്തിയാണുത്തമം മന്നവാ. മത്കഥ ചൊൽകയും കേൾക്കുകയും മത്ഭക്തദാസരായി ജീവിച്ചു കൊള്ളുകയും ഭൂമിയിൽ മേവുന്ന ജീവജാലങ്ങളെ മാമകഭൂതങ്ങളെന്നു നിനയ്ക്കയും അഷ്ടരാഗങ്ങളാം ദുഷ്ടരാഗങ്ങളെ പുഷ്ടമോദം ത്യജിച്ചന്യർക്ക് സേവകൾ നിശ്ചയം ചെയ്യുകയും സത്യവ്രതം നോക്കി നിത്യനാമൻ്റെ നിലയങ്ങൾ ദർശിക്കുകയും മിഥ്യാഭിമാനം നനയ്ക്കാതെ കൃത്യമായി സദ്ഗ്രഹസ്ഥാശ്രമ പാലനം ചെയ്യുകയും സത്യരക്ഷയ്ക്കായി നവാക്ഷരി സേവയും കൃത്യമായി ശീലിച്ചുമേവുന്ന ഭാവങ്ങൾ ഉത്തമ ഭക്തിതൻ ലക്ഷണമെന്നതും ഉത്തമനാമ മതാതൻ ധരിക്കേണമേ. ഉത്തമ ഭക്തർക്ക് ദാസനായി നിത്യവും സത്യമായി ജ്ഞാനം കനിയുന്ന ഭാഗ്യങ്ങൾ. ഉത്തമ ഭക്തർക്ക് ശക്തി നിലയ്ക്കുമ്പോൾ നിർഗുണചിത്തരായി എന്നിൽ ലയിച്ചിടും. അന്ത്യകാലത്തെൻ്റെ നാമം ശ്രവിച്ചുടൻ നെഞ്ചകത്തുണ്ടായ പ്രാണൻ ഗമിക്കുമ്പോൾ അഞ്ചിനും മീതയായി നാഥനാമെന്നുടെ സഞ്ചിത സ്ഥാനത്തു വന്ന് സുഖിച്ചിടാം. ഉത്തമ ഭക്തിക്ക് മീതയായില്ലൊന്നും ഉത്തമ ഭക്തിയും ഉണ്ടാക വേണമേ. കാര്യങ്ങൾ ചിന്തിച്ച് കാര്യസാധ്യാർത്ഥമായി വിദ്രുതൻ ചിത്തത്തിൽ എന്നെ നിനപ്പവർ മധ്യമ ഭക്തരായി ചൊല്ലും വിഭുതന്മാർ. മധ്യമ ഭക്തൻ കാമിത ചിന്തകൾ ന്യൂനഹീനത്വമായി ഞാനുടൻ നൽകിടും. കാമിത കാര്യാർത്ഥി പ്രാരാബ്ധ ദുഃഖാബ്ദോ വീണുടൻ പൊങ്ങിടും ജന്മങ്ങൾ കൈവരും. പ്രാരാബ്ധ ദുഃഖാവസാനത്തിൽ സർവവും സാധിച്ച് ശക്തിയോ മറ്റുപോം നിശ്ചയം. പുത്രകളത്രാദി വിത്താഗ്രഹങ്ങളിൽ ശക്തി പൂണ്ടെന്നെ ഭജിക്കുന്ന മാനവർ മധ്യമ ഭക്തരായി ചൊല്ലുന്നു മന്നവ. മൃത്യുജന്മങ്ങളിൽ പെട്ടുപോം മധ്യമർ. മധ്യമ ഭക്തർക്ക് ജന്മങ്ങൾ പിന്നെയും സദ്യോ ഭവിച്ചുപോമെങ്കിലുമായവർ കിച്ചകൾ പൂരണമാർന്നു കഴിയുമ്പോൾ നിശ്ചയം ആർത്തി നിവർത്തരായിടുമേ. മൂന്നാം പ്രകാരത്തിലുള്ളതാം ഭക്തിയെ മുന്നം അധമാനാമത്താലെ ചൊല്ലിടും. മുന്നമേ അന്യരെ ദ്രോഹിച്ചു കൊള്ളുവാൻ തന്നുടേയാക്കുവാൻ അന്യൻ്റെ സർവവും തന്നുടെ ഇച്ഛയ്ക്കായി കാണാത്ത കാര്യങ്ങൾ നന്നായി നാശത്തിലെത്തിച്ചു കൊള്ളുവാൻ എന്നോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്ന ഭക്തിയെ താമസി രാക്ഷസി പൈശാചകി എന്ന നാമങ്ങൾ ചൊല്ലി വിളിക്കുന്ന ഭൂപതേ. സ്വാർത്ഥാർത്ഥിയായി ഏകഭാവനയേശാതെ ആർത്തി മുഴുത്തുള്ള മാനവ കീടങ്ങൾ മാനസേ എന്നെ ഭുജിച്ചിടുമെങ്കിലും ഞാനവർക്കെന്നുമേ കൈവല്യമേകിടാ. ലോകത്തു വാഴുന്ന താമസശീലന്മാർ പാലിച്ചു പോരുന്ന ദൈവതമുണ്ടെന്ന ചൊല്ലിനെ ഓർക്കുമ്പോൾ കൈതവ ഭാവങ്ങൾ ഉള്ളത്തിലേറിയിടുമെങ്കിലോ ചൊല്ലിടാം. അന്യനെ ദ്വേഷിച്ചു ചെയ്യുന്ന കർമ്മങ്ങൾ ചെന്നുടനേൽക്കുകയില്ലെന്നുടെ ചിന്തകൾ ഉള്ളം നനയ്ക്കാതെ വാഴുന്നവർകളിൽ ഭള്ളുകൾ തള്ളുന്ന മൂലമായി വന്നിടും. വല്ലാതഹമ്മതി പൂകുന്ന മാനസം അല്ല മമാലയമെന്നതും ചൊല്ലുന്നേൻ. ഉള്ളത്തിൽ മുള്ളുകൾ കൊള്ളുന്ന നേരത്ത് തല്ലിയലച്ചവരെന്നെ വിളിച്ചുപോം. ഉള്ളിലെ ഭള്ളുകൾ വെള്ള സമാനമായി തള്ളിയൊലിച്ചൊഴിഞ്ഞിടും ദശാന്തരെ ഞാനവർക്കുള്ളത്തിൽ പള്ളി കൊണ്ടിടുമേ. ഊനങ്ങളെല്ലാം മറഞ്ഞു വന്നിടുമേ. പിന്നെ അങ്ങേശുമോ താമസ ശസ്ത്രങ്ങൾ ചെന്നവയെ ഉത്ഭവത്തിങ്കൽ തറച്ചുപോം. നായും നരിയും പുഴുക്കളും പാമ്പുകൾ മായങ്ങൾ ചെയ്തവരെ കടിച്ചിടുന്ന നാരകഗർത്തങ്ങളിൽ പതിച്ചിടുമേ.
താമസഭക്തർ അസംശയം മന്നവാ. താമസിയാതവർ ദുഃഖദ്വയങ്ങളാൽ പാപികളായുടൻ ജന്മചക്രത്തിങ്കൽ വീണു കറങ്ങിയിടും അന്നൊരു നേരത്തിൽ മാമക ചിന്തകൾ മാനസേ പേറുമ്പോൾ അന്നവർ ദുഃഖങ്ങളെല്ലാം നിലച്ചുപോം. അന്നവർക്കെത്തിയിടും ആനന്ദമൊക്കെയും. ആകയാൽ മറ്റുള്ള ഭൂതങ്ങൾ നാശാർത്ഥം ആരു ഭജിക്കലും എന്നുടെ കോപാഗ്നവും വീണു തപിച്ചു വിറങ്ങലിച്ചിടുവാൻ കാരണമായിടുമെന്ന് ചൊല്ലിയിടുന്നേൻ. പാർത്തല നായക ഭക്തരാം മാനവർ പാർത്തലത്തിങ്കൽ വസിക്കുവിൻ. മറ്റൊരു ധൂർത്തുകൾ കാട്ടുവാൻ താമസശീലർക്ക് ആക്കമുണ്ടാകല മംഗളമാർന്നിടും. ദോഷമെന്നേ ഭവാൻ മാമക ചിന്തയാൽ ശേഷകാലങ്ങൾ സുഖിക്കൂ നരോത്തമാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.